നമസ്കാരം. ഓ ഓ ഓ ശ്രീമദ് വാൽമീകി രാമായണം ധ്യാന ശ്ലോകങ്ങൾ. കുജനം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. 71 സർഗത്തിലെ 1 തുടങ്ങി 35 വരെയുള്ള ശ്ലോകങ്ങൾ നാം ചിന്തിച്ചിരുന്നു. ഇന്ന് 36 തുടങ്ങി 46 വരെയുള്ള ശ്ലോകങ്ങൾ ചൊല്ലി ഏകദേശമായ അർത്ഥമൊന്ന് നോക്കാം. 36-ാമത്തെ ശ്ലോകം. ശ്രുതാനുയാദൃശാ പൂർവം നൃപതീനാം വിനാശനെ ആകാരാം സ്ഥാനഹം സർവാനിഹ പശ്യാമി സാരഥേ. സമ്മാർജനവിഹീനാനി പരുഷാണ്യുപലക്ഷയേ അസംയതകവാടാനി ശ്രീവിഹീനാനി സർവശഃ. ബലികർമ്മവിഹീനാനി ധൂപസമ്മോദനേന ച അനാശിതകുടുംബാനി പ്രഭാഹീനജനാനി ച. അലക്ഷ്മീകാനി പശ്യാമി കുടുംബിഭവനാന്യഹം അപേതമാല്യശോഭാനി അസംപൃഷ്ടാജിരാണി ച. ദേവാഗാരാണി ശൂന്യാനി ന ഭാന്തീഹ യഥാ പുരാ ദേവതാർച്ചാ പ്രവിദ്ധാച്ഛ യജ്ഞഗോഷ്ഠസ്തഥൈവ ച. മാല്യാപണേഷു രാജന്തേ നാദ്യപണ്യാനി വാ തഥാ ദൃശ്യന്തേ വണിജോപ്യദ്യ ന യഥാ പൂർവമത്ര വൈ. ധ്യാനസംവിഘ്നഹൃദയം നഷ്ടവ്യാപാരയന്ത്രിതാഃ ദേവായതനചൈത്യേഷു ദീനാപക്ഷിമൃഗാസ്തഥാ. മലിനം ചാശ്രുപൂർണാക്ഷം ദീനം ധ്യാനപരം കൃശം സസ്ത്രീപുംസം ച പശ്യാമി ജനമുത്കണ്ഠിതം പുരേ. ഇത്യേവമുക്ത്വാ ഭരത സൂതം തം ദീനമാനസഃ താന്യരിഷ്ടാന്യയോധ്യായാം പ്രേക്ഷ്യ രാജഗൃഹം യയൗ. താം ശൂന്യശൃംഗാടകവിസ്മരഥ്യാം രജോരുണദ്വാരകവാടയന്ത്രാം ദൃഷ്ട്വാ പുരീമിന്ദ്രപുരീ പ്രകാശാം ദുഃഖേന സമ്പൂർണതരോ ബഭൂവ. ബഭൂവ പശ്യൻ മനസോ പ്രിയാണി യാന്യന്യഥാ നാസ്യ പുരേ ബഭൂവുഃ അവാക്ഷിരാദീനമനാ നഹൃഷ്ട്യഃ പിതുർമഹാത്മാ പ്രവിവേശവേശ്മാ. 36 തുടങ്ങി 46 വരെയുള്ള ശ്ലോകങ്ങളാണ് ചൊല്ലിയത്. ഇനി ഓരോ ശ്ലോകവും ചൊല്ലി അർത്ഥമൊന്ന് നോക്കാം. 36-ാമത്തെ ശ്ലോകം.
ശ്രുതാനുയാദൃശാപൂർവം നൃപതീനാം വിനാശനെ ആകാരാം സ്ഥാനഹം സർവാനിഹ പശ്യാമി സാരഥേ. ഭരതന് മഹാരാജാവിനെന്തോ അത്യാപത്ത് സംഭവിച്ചു എന്ന് തന്നെ മനസ്സിൽ ഉറപ്പായി തോന്നി. രാജാവ് നിര്യാതനായാൽ എങ്ങനെ ഇരിക്കുമെന്ന് പറഞ്ഞു കേട്ടിരിക്കുന്നത് പോലെയാണ് ഇവിടെ ചുറ്റുപാടുകളെല്ലാം കാണുന്നത്. ശ്ലോകം 37. സമ്മാർജനവിഹീനാനി പരുഷ്യാനുപലക്ഷയേ അസംയതകവാടാനി ശ്രീവിഹീനാനി സർവശഃ. ശ്ലോകം 37 അർത്ഥം: അടിച്ചു തളിച്ചിട്ടില്ലാത്ത മുറ്റങ്ങൾ ശ്രീയില്ലാതെ ഇരിക്കുന്നു, വാതിലുകൾ തുറന്നു കിടക്കുന്നു. ശ്ലോകം 38. ബലികർമ്മവിഹീനാനി ധൂപസമ്മോദനേന ച അനാശ്രിതകുടുംബാനി പ്രഭാഹീനജനാനി ച. ശ്ലോകം 38 അർത്ഥം: കുടുംബങ്ങൾ വസിക്കുന്ന വസതികളിൽ പൂജാദികൾ നടക്കുന്നതായി തോന്നുന്നില്ല, ധൂപസൗരഭ്യമില്ല, ആളുകൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെന്ന് തോന്നിക്കുന്ന വിധത്തിൽ വളരെ ക്ഷീണിച്ചിരിക്കുന്നു. ശ്ലോകം 39. അലക്ഷ്മീകാനി പശ്യാമി കുടുംബിഭവനാന്യഹം അപേതമാല്യശോഭാനി അസംപൃഷ്ടാജിരാണി ച. ശ്ലോകം 39 അർത്ഥം: കുടുംബഗ്രഹങ്ങളിൽ കാണാറുണ്ടായിരുന്ന ഐശ്വര്യം തീരെ ഇല്ല, മുറ്റം അടിച്ചിട്ടില്ല, മാല്യങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളില്ല, പണ്ടത്തെ പോലെ ദേവാലയങ്ങൾ ശോഭയുള്ളവയല്ല, ശൂന്യങ്ങളായി കാണുന്നു, ദേവപൂജകൾ മുടങ്ങിയിരിക്കുന്നു, യജ്ഞസഭകളും അപ്രകാരം തന്നെ. ശ്ലോകം 41. മാല്യാപണേഷു രാജന്തേ നാദ്യപണ്യാനി വാ തഥാ ദൃശ്യന്തേ വണിജോപ്യദ്യ ന യഥാ പൂർവമത്ര വൈ. 41 ശ്ലോകത്തിൻ്റെ അർത്ഥം: പൂ വിൽക്കുന്ന അങ്ങാടികളിൽ ഇപ്പോൾ വിൽപ്പനയ്ക്ക് ഒന്നും കാണുന്നില്ല, ഇവിടെ വണിക്കുകളെയും പണ്ടത്തെ പോലെ കാണാനില്ല. 42 ശ്ലോകം: ധ്യാനസംവിഘ്നഹൃദയ നഷ്ടവ്യാപാരയന്ത്രിതാഃ ദേവായതനചൈത്യേഷു ദീനാപക്ഷിമൃഗാസ്തഥാ. ശ്ലോകം 42 അർത്ഥം: വിചാരപീഡിതരായി അവർ തൊഴിൽ വിട്ട് അനങ്ങാതെ ഇരിക്കുന്നു, ചൈത്യങ്ങളിലും ദേവാലയങ്ങളിലും പക്ഷിമൃഗാദികൾ ദീനഭാവത്തിൽ വർത്തിക്കുന്നു. ശ്ലോകം 43. മലിനം ചാശ്രുപൂർണാക്ഷം ദീനം ധ്യാനപരം കൃശം സസ്ത്രീ പുംസം ച പശ്യാമി ജനമുത്കണ്ഠിതം പുരേ. നഗരത്തിൽ സ്ത്രീ പുരുഷന്മാരെല്ലാം മലിനവേഷത്തിലും വിചാരമഗ്നരായും വശം കെട്ടവരായും മെലിഞ്ഞു പോയവരായും കാണപ്പെടുന്നു. ശ്ലോകം 44. ഇത്യേവ മുക്ത്വാ ഭരത സുതം തം ദീനമാനസഃ താന്യരിഷ്ടയാന്യയോധ്യായാം പ്രേക്ഷ്യ രാജഗൃഹം യയൗ. 44 ശ്ലോകത്തിൻ്റെ അർത്ഥം: ദീനമാനസനായ ഭരതൻ ഇപ്രകാരം സൂതനോട് പറഞ്ഞിട്ട് അനിഷ്ടങ്ങളായ പലതും കണ്ടും കൊണ്ട് അയോധ്യയിൽ രാജഗൃഹത്തിൽ പ്രവേശിച്ചു. ശ്ലോകം 45. താം ശൂന്യശൃംഗാടകവേശ്മരഥ്യാം രജോരുണദ്വാരകവാടയന്ത്രാം ദൃഷ്ട്വാ പുരീമിന്ദ്രപുരീ പ്രകാശം ദുഃഖേന സമ്പൂർണതരോ ബഭൂവ. ശ്ലോകം 45 അർത്ഥം: ഇന്ദ്രപുരി പോലെ ഇരുന്നിരുന്ന ആ രാജധാനി ശൂന്യമായ ചത്വരങ്ങൾ, ഗ്രഹങ്ങൾ, വീഥികൾ എന്നിവയോട് കൂടിയവയായും പൊടി പുരണ്ട മങ്ങിയ കവാട യന്ത്രത്തോടു കൂടിയതുമായും കണ്ട് അദ്ദേഹം തീർത്തും
ദുഃഖനിമഗ്നനായിപ്പോയി. ഭരതൻ ദുഃഖനിമഗ്നനായിപ്പോയി. ശ്ലോകം 46, 71 സർഗത്തിലെ അവസാനത്തെ ശ്ലോകം. ബഭൂവ പശ്യൻ മനസോ പ്രിയാണി യാന്യന്യദാ നാസ്യപുരേ ബഭൂവുഃ അവാക്ഷിരാദീനമനാനഹൃഷ്ടഃ പിതുർമഹാത്മാ പ്രവിവേശവേശ്മാം. ശ്ലോകം 46 അർത്ഥം. ആ മഹാത്മാവ് മനസ്സിന് അപ്രിയങ്ങളായ പലതും മുൻപ് ഉണ്ടായിട്ടില്ലാത്തവ ഉണ്ടായിരിക്കുന്നതായി കണ്ടിട്ട് ഹർഷം നശിച്ച് ദീനമനസ്സായി ശിരസ്സു കുനിച്ചും കൊണ്ട് പിതൃഗ്രഹത്തിൽ പ്രവേശിച്ചു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു.